ബാങ്കിങ് റിക്രൂട്ട്മെന്റ്സ് ആണ് കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ട് നടക്കുന്നതും. അങ്ങനെയാണ് ബാങ്കിങ് എന്നൊരു കരിയർ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കണേ. എൻ്റെ ടീച്ചറാണ് എനിക്ക് ICD റെക്കമെൻഡ് ചെയ്യുന്നത്. വന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ആ ട്രാക്കിലേക്ക് വരാനായിട്ട് നല്ല പാടുണ്ടായിരുന്നു. അത് നല്ല സമയമെടുത്തു. കിട്ടിയിട്ടേ പോവൂ എന്നൊരു ഫീല് വന്നു. നമുക്ക് ഡീമോട്ടിവേറ്റഡ് ആവാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളവിടെ സ്റ്റക്കായി പോയാൽ നമ്മുടെ ലൈഫ് അവിടെ സ്റ്റക്കായി പോകത്തുള്ളൂ. ഹായ്, ഞാൻ ഡെൽന ജോസ്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് വീട്. ഞാൻ ഒരു മാത്തമാറ്റിക്സ് ഗ്രാജുവേറ്റ് ആണ്. 2023 നിർമ്മല കോളേജ് മൂവാറ്റുപുഴയിൽ നിന്നാണ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ IBPS റിക്രൂട്ട്മെൻറ്റിൽ IBPS PO ആയിട്ട് കാനറ ബാങ്കിലും IBPS ക്ലർക്കായിട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയിലും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. 2023 ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ PGക്ക് പോകണോ അതോ ഇതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജോലിയായിരുന്നു പ്രയോറിറ്റി ആയിട്ട് വന്നത്. അപ്പോൾ ഇങ്ങനത്തെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചു. പല എക്സാംസുകൾ അന്വേഷിച്ചപ്പോൾ ബാങ്കിങ് റിക്രൂട്ട്മെൻറ്റ്സ് ആണ് കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് നടക്കുന്നതും. അപ്പോൾ പിന്നെ എൻ്റെ വീട്ടിലും ബാങ്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് എല്ലാവരും ചോദിച്ചപ്പോൾ ബെറ്ററായിട്ട് തോന്നി. അങ്ങനെയാണ് ബാങ്കിങ് എന്നൊരു കരിയർ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കണേ. അപ്പോൾ എൻ്റെ ടീച്ചറാണ് എനിക്ക് ICD റെക്കമെൻഡ് ചെയ്യുന്നത്. ICDയിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കോളേജൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ പഠിത്തമായിട്ട് ഫോക്കസ് ചെയ്യാൻ പാകത്തിനുള്ളൊരു എൻവയൺമെൻറ്റ് അത്യാവശ്യമാണെന്ന് തോന്നിയിരുന്നു. അപ്പോൾ ഇവിടെ ഹോസ്റ്റൽ സൗകര്യമൊക്കെ അടുത്തുള്ള ഒരു സ്ഥലമായിരുന്നു ആദ്യം അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ICDയിലേക്ക് എത്തുന്നത്. ICDയിൽ ജോയിൻ ചെയ്തിട്ട് പിന്നെ എക്സാംസ് ആ വർഷത്തെ എല്ലാ എക്സാംസും തന്നെ RRB ക്ലർക്ക് ഒഴികെ ബാക്കി എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വന്ന പിറ്റേ ആഴ്ച മുതൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ എല്ലാ ദിവസവും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവിടുത്തെ മോക്ക് ടെസ്റ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യായിരുന്നു. വന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ആ ട്രാക്കിലേക്ക് വരാനായിട്ട് നല്ല പാടുണ്ടായിരുന്നു. അത് നല്ല സമയമെടുത്തു. പക്ഷേ ഡീമോട്ടിവേറ്റഡ് ആയില്ല. ഓരോ എക്സാംസ് കഴിയുന്തോറും എവിടെയൊക്കെയോ വളരുന്നുണ്ട് എന്നൊഒരു ഫീലിലാണ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ 6 മാസം കഴിഞ്ഞ സമയത്തായിരുന്നു 2024 ജനുവരിയിൽ SBIയുടെ എക്സാംസ് SBI ക്ലർക്ക് എക്സാം എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിലിംസ് ക്ലിയറായി. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ബൂസ്റ്റിംഗ് ആയിരുന്നു. കാരണം എവിടെയൊക്കെയോ പഠിച്ച് എത്തുമെന്നൊരു തോന്നൽ ആ സമയത്ത് വന്നായിരുന്നു. അപ്പോൾ തന്നെയാണ് ന്യൂ ഇന്ത്യ അഷുറൻസിൻ്റെ പ്രിലിംസും പാസ്സായി. അപ്പോൾ തന്നെ തീരുമാനിച്ചു 6 മാസത്തിൽ നിർത്തണ്ട, കുറച്ചും കൂടെ കണ്ടിന്യൂ ചെയ്താൽ എവിടെയെങ്കിലും എത്തുമെന്നൊരു തോന്നൽ തോന്നി. അങ്ങനെയാണ് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പിന്നെ കിട്ടിയിട്ടേ പോവൂ എന്നൊരു ഫീല് വന്നു. എങ്ങനെയായാലും ഒരു ദിവസം കിട്ടും, അതുവരെ നിൽക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഈ വർഷത്തെ പ്രിലിംസിൽ RRB ക്ലർക്ക് കിട്ടിയില്ല. ബാക്കി എല്ലാ പ്രിലിംസും പാസ്സായി. ഇപ്പോൾ RRB POയുടെ മെയിൻസ് 1.6 പോയി. അപ്പോഴും നെഗറ്റീവ് ആയില്ല. 1.6 അവിടം വരെ എത്തിയല്ലോ എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ വന്നതാണ് IBPS ക്ലർക്കും അതുപോലെ തന്നെ POയും. അപ്പോൾ അതിന് രണ്ടിലുമാണ് സെലക്ഷൻ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വന്ന യൂണിയൻ ബാങ്കിൻ്റെ LBOയിലും ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് വരാനുണ്ട്. പിന്നെ SBIയുടെ പ്രിലിംസും കഴിഞ്ഞിരിക്കുകയാണ്. മെയിൻസ് എക്സാമിന് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ എക്സാംസും അതുപോലെ തന്നെ ഇൻഷുറൻസ് എക്സാംസിൻ്റെ ആയാലും NICLൻ്റെയും NIACLൻ്റെയും പ്രിലിംസും ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സക്സസ്സിൽ ICDക്ക് വലിയ പങ്കാണുള്ളത്. കാര്യം ഞാൻ മാത്സ് ഗ്രാജുവേറ്റ് ആണെങ്കിലും ഒരു കംഫർട്ട് സോൺ എനിക്ക് മാത്സിൽ ഉണ്ടായില്ല സ്റ്റാർട്ടിങ് സമയത്ത്. അപ്പോൾ ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സാണ് അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇപ്പം രമേശ് സാറാണെങ്കിൽ അഡീഷണൽ സബ്ട്രാക്ഷന് പോലും ഓരോ ചെറിയ നുറുക്കുവഴികൾ ഉണ്ടായിരുന്നു. അതിൽ ഷമീം സാറായാലും അനുശ്രീ മിസ് ആണെങ്കിലും അവർ ഓരോ കാര്യങ്ങൾക്കും ഒരുപാട് മെത്തേഡ്സും പഠിപ്പിച്ചു തരും. ഈവൻ ആൻസറിൽ നിന്ന് ആൻസറിൻ്റെ ഓപ്ഷൻസിൽ നിന്ന് വരെ കണ്ടുപിടിക്കാനുള്ള അങ്ങനെ അവരുടെ എല്ലാ മെത്തേഡ്സും അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചുകൊണ്ടാണ് മാത്സ് ഇത് കവർ ചെയ്യാൻ സാധിച്ചത്. പിന്നെ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഇംഗ്ലീഷിൽ ചെറിയൊരു ബേസ് ഉണ്ടായിരുന്നു. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാംസിനെ ക്രാക്ക് ചെയ്യാൻ അതിൻ്റെ ഒരു മെത്തേഡിലേക്ക് നമ്മൾ കടക്കണം. അപ്പോൾ ദിവ്യ മിസ് ആണെങ്കിലും ഒരുപാട് വൊക്കാബുലറി പഠിപ്പിക്കും. മിസ് അത് ക്ലാസ്സിൽ തന്നെ ഒരുപാട് പ്രാവശ്യം റിവൈസ് ചെയ്യും. അതൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കൃഷ്ണൻ സാറൊക്കെ ആണെങ്കിൽ എറർ സ്പോട്ടിംഗ് ഒക്കെ ഭയങ്കര രസമായിട്ട് പഠിപ്പിക്കും. അത് സാർ ആ സെൻറ്റൻസ് എങ്ങനെ വായിച്ച് നമ്മളത് എറർ സ്പോട്ട് ചെയ്യണം എന്നൊക്കെ പഠിപ്പിക്കുമായിരുന്നു. ഇപ്പം ഇടയ്ക്ക് സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ വെറുതെ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ തന്നെ അതിൽ അത് അങ്ങനെ വായിച്ച് എറർ കണ്ടുപിടിക്കാൻ ഒരു ടെൻഡൻസി നമുക്ക് ഉള്ളിൽ വരുമായിരുന്നു. അതുപോലെ സത്യം പറഞ്ഞാൽ പേപ്പർ വായിക്കണം നല്ല ശീലം ഉണ്ടായിരുന്നില്ല. JK സാറാണ് അങ്ങനെ ഒരു സ്വഭാവം വളർത്തിയെടുത്തത്. പത്രം ഞാനൊരു 1 hour 1.5 hour വായിക്കുമായിരുന്നു. GA നോട്ട് ചെയ്യുമായിരുന്നു. അതുപോലെ ഇംഗ്ലീഷിലെ വേർഡ്സും കണ്ടുപിടിക്കാനൊക്കെ ശ്രമിക്കുമായിരുന്നു. JK സാറിന് അതുപോലെ തന്നെ essay എഴുതി കാണിക്കുമായിരുന്നു. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളൊരു ഈ essay ഒന്നും എഴുതാത്തൊരു സംഭവം വിട്ടുപോയിട്ട് പിന്നെ ഒരു ഇംഗ്ലീഷായിട്ടുള്ള കോണ്ടാക്ട് ശരിക്കും കുറഞ്ഞിരുന്നു.
അപ്പോൾ ആ സമയത്ത് കുറച്ചും കൂടെ ഒരു സോഷ്യൽ അവയർനെസ് കിട്ടാനാണെങ്കിലും ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും എഴുതി കാണിച്ച് സാർ ഓരോന്ന് കറക്റ്റ് ചെയ്ത് തരുമ്പോൾ അതൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ റീസണിങ് ആയാലും അപ്പം ശ്രീരാജ് സാറ് കൊണ്ടുവന്നായാലും ആര്യ മിസ്സിൻ്റെ ആയാലും അഷിത മിസ്സിൻ്റെ ആയാലും എല്ലാം വളരെ നല്ല മെറ്റീരിയൽസാണ് പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും കൊണ്ടുവരാറുള്ളത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു സോഴ്സ് അല്ലാണ്ട് പുറത്തുനിന്ന് ഒരു സോഴ്സും അങ്ങനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ മെറ്റീരിയൽസ് എല്ലാം വളരെ നല്ല മെറ്റീരിയൽസാണ്. പിന്നെ എനിക്ക് എപ്പോഴും മെയിൻസിൻ്റെ സമയത്ത് പ്രശ്നമായിട്ടിരുന്നൊരു സാധനം കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ആയാലും ജെ കെ സാറിൻ്റെ ക്ലാസ് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാറ് അത് വീക്കിലി വന്ന് റിവൈസ് ചെയ്യിപ്പിക്കുമായിരുന്നു എല്ലാ കാര്യങ്ങളും. വരാൻ പോരുന്ന ആസ്പിറൻസിനോട് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഡീമോട്ടിവേറ്റഡ് ആവാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഒരു കോമ്പറ്റീഷൻ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ നമ്മളവിടെ സ്റ്റക്കായി പോയാൽ നമ്മുടെ ലൈഫ് അവിടെ സ്റ്റക്കായി പോകത്തുള്ളൂ. അതുകൊണ്ട് അതിനെ തരണം ചെയ്ത് നമുക്ക് പോസിറ്റീവായിട്ട് കണ്ടാൽ ഒരു ദിവസം എന്തായാലും നമുക്ക് സക്സസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എവിടെ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാൻ വേണ്ട, നമുക്ക് എപ്പോഴും ഗ്രോത്ത് ഉണ്ടെന്ന് എൻഷുവർ ചെയ്യുക. ധാരാളം മോക്ക് ടെസ്റ്റുകൾ എഴുതാം. മോക്ക് ടെസ്റ്റുകൾ എഴുതുമ്പോൾ അത് അനലൈസ് ചെയ്യുക. ഓരോ മോക്ക് ടെസ്റ്റിലും നമ്മൾ എന്തെങ്കിലും പുതിയത് പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എവിടെയെങ്കിലും സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും സഹായം ചോദിച്ച് അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇനി വരുന്നവരോടാണെങ്കിലും നന്നായി ശ്രമിച്ച ഒരു ദിവസം എന്തായാലും നമുക്ക് ആഗ്രഹിക്കുന്നൊരു ജോലി നമുക്ക് എന്തായാലും കിട്ടും. അതിന് ICD ഞാൻ ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അപ്പം താങ്ക് യു.